നാനോ മെറ്റീരിയൽസ്, കെമിസ്ട്രിയിലെ നാനോ മെറ്റീരിയൽസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നാനോ ടെക്നോളജി എന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നോബൽ പ്രൈസ് ജേതാവായ റിച്ചാർഡ് ഫെയ്മാൻ ആണ്. റിച്ചാർഡ് ഫെയ്മാൻ 1959 ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. എന്താ ഈ നാനോ ടെക്നോളജി? നാനോ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈനിങ് ആൻഡ് പ്രൊഡ്യൂസിങ് ഒബ്ജക്റ്റ് അറ്റ് നാനോ സ്കെയിൽ സൈസ്. നാനോ സ്കെയിൽ സൈസിൽ ഒബ്ജക്ട്സ് ഡിസൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന സയൻസിൻ്റെ ബ്രാഞ്ചാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം നാനോ സ്കെയിൽ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 to 100 നാനോമീറ്റർ. 1 to 100 നാനോമീറ്ററിനെയാണ് നാനോ സ്കെയിൽ സൈസ് എന്ന് പറയുന്നത്. ഒരു നാനോമീറ്റർ എന്ന് വെച്ചാൽ എന്താ? ഒരു നാനോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁹ മീറ്റർ. അല്ലെങ്കിൽ എന്ത് പറയാം? അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഒരു മീറ്ററിൻ്റെ 1 ബില്യണിലൊന്ന്. ഒരു മീറ്ററിനെ 1 ബില്യണായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരംശമാണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. സോ 1 നാനോമീറ്റർ ഈസ് 10⁻⁹ മീറ്റർ, ഓർ ഒരു മീറ്ററിൻ്റെ 1 ബില്യണിൽ ഒരംശം. ഇനി നാനോ പാർട്ടിക്കിൾസിൻ്റെ സർഫസ് ടു വോളിയം റേഷ്യോ എങ്ങനെയായിരിക്കും? സർഫസ് ടു വോളിയം റേഷ്യോ നാനോ പാർട്ടിക്കിൾസിന് ഹൈ സർഫസ് ടു വോളിയം റേഷ്യോ ആണ്. അതിൻ്റെ കാരണം എന്താ? നമ്മളൊരു ഫിക്സഡ് വോളിയമുള്ള ബൾക്കായിട്ടിരിക്കുന്ന ഒരു പീസ് മെറ്റീരിയൽ കൺസിഡർ ചെയ്താൽ അതിൻ്റെ സർഫസ് ഏരിയ കുറവായിരിക്കും. പക്ഷേ നാനോ പാർട്ടിക്കിൾസ് ആകുമ്പം ഓരോ പാർട്ടിക്കിളിനും സർഫസ് ഏരിയ വരുന്നുണ്ട്. സോ നാനോ പാർട്ടിക്കിൾസിന് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സർഫസ് ടു വോളിയം റേഷ്യോ എങ്ങനെയായിരിക്കും? സർഫസ് ടു വോളിയം റേഷ്യോ ഹൈ ആയിരിക്കും. ഇനി നാനോ പാർട്ടിക്കിൾസിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, നാനോ സ്കെയിൽ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് ആകുമ്പോഴത്തേക്കും ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് അവരവരുടെ പ്രോപ്പർട്ടീസിൽ ഒരുപാട് ഡിഫറൻസ് കാണിക്കാറുണ്ട്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്താൽ സിൽവർ ഫോയിൽ ഡയല്യൂട്ട് HCl-ലുമായിട്ട്, ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിൽവർ ഫോയിൽ റിയാക്ട് ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ സിൽവറിൻ്റെ നാനോ പാർട്ടിക്കിൾ എടുത്തിട്ട് ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ നോക്കിയാൽ അവർ റാപ്പിഡായിട്ട് റിയാക്ട് ചെയ്യുന്നത് കാണാം. അത് ഒരു എക്സാമ്പിളാണ്. സിൽവർ ഫോയിൽ ഒരിക്കലും ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യില്ല. എന്നാൽ സിൽവറിൻ്റെ നാനോ പാർട്ടിക്കിൾസ് എടുത്ത് നോക്കിയാൽ അവർ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റാപ്പിഡായിട്ട് റിയാക്ഷൻ കാണിക്കും. അത് ഒരു എക്സാമ്പിളാണ്. എന്തിന് എക്സാമ്പിളാണ്? അതായത് നാനോ സ്കെയിൽ റേഞ്ചിലേക്ക് വന്നപ്പം അത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം കാണിക്കുന്നുണ്ട്. ഇനി ഗോൾഡും സിൽവറും ഒക്കെ കെമിക്കലി ഇനേർട്ടാണ്. അവരൊന്നുമായിട്ടും കയറി റിയാക്ട് ചെയ്യുന്നവരല്ല, അവർ കെമിക്കലി ഇനേർട്ടാണ്. എന്നാൽ നാനോ പാർട്ടിക്കിൾസ് എടുത്ത് നോക്കിയാലോ, ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഒക്കെ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കാറ്റലിറ്റിക് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഇനി ഗോൾഡിൻ്റെ കളർ എന്നാ? ബൾക്ക് ഗോൾഡിൻ്റെ കളറ്, ഗോൾഡ് നമുക്ക് കളർ അറിയാം. എന്നാൽ ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾസിൻ്റെ കളറ് ഡീപ്പ് റെഡാണ്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് നമ്മളെടുത്ത് നോക്കിയാൽ കളറ് ഡീപ്പ് റെഡാണ്. ഗോൾഡ് പീസസിൻ്റെ ബൾക്കായിട്ടുള്ള മെറ്റീരിയലിൻ്റെ കളറിൽ നിന്നും വ്യത്യാസം വരും. സോ നമുക്ക് പറയാൻ പറ്റും, നാനോ സ്കെയിൽ റേഞ്ചിൽ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് വേരിയേഷൻസ് കാണിക്കും. നെക്സ്റ്റ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡയമെൻഷൻ. എത്ര ഡയമെൻഷൻ ഉണ്ട്? നമ്പർ ഓഫ് ഡയമെൻഷൻ്റെ ബേസിൽ നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നാനോ സ്ട്രക്ചറൽ മെറ്റീരിയൽസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ. നാനോ മെറ്റീരിയൽസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഡയമെൻഷൻ്റെ ബേസിൽ. 0 ഡയമെൻഷൻ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ. 0 ഡയമെൻഷണൽ എന്താ? 0 ഡയമെൻഷണൽ എന്ന് വെച്ചാൽ എല്ലാ ഡയമെൻഷൻസും, അതായത് നമ്മളൊരു സാധനം പറയുമ്പം അതിൻ്റെ XYZ കോർഡിനേറ്റ്സ് ആണ് പറയുന്നത്. ഈ എക്സും വൈയും ഇസഡും, ഈ എക്സിലും വൈയിലും ഇസഡിലും ഉള്ള ഡയമെൻഷൻസ് നാനോ സ്കെയിൽ റേഞ്ചിലായിരിക്കും. നാനോ സ്കെയിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ <100 നാനോമീറ്റർ ആയിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയലിൻ്റെ 3 ഡയമെൻഷൻസും <100 നാനോമീറ്റർ ആയിരിക്കും. ഒരു ഡയമെൻഷനും 100 നാനോമീറ്ററിന് മുകളിലില്ല. എക്സാമ്പിളാണ് നാനോ സ്പിയർ, നാനോ ക്ലസ്റ്റർ. ഇതൊക്കെ എക്സാമ്പിളാണ്, നാനോ സ്പിയറും നാനോ ക്ലസ്റ്ററും. ഇനി അടുത്തത് പറയുന്നത് 1 ഡയമെൻഷനലാണ് പറയുന്നത്. 1 ഡയമെൻഷനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഡയമെൻഷൻസിൽ 2 നാനോ സ്കെയിൽ റേഞ്ച് ആയിരിക്കും. അതായത് 2 <100 നാനോമീറ്റർ ആയിരിക്കും. എന്നാൽ ഒരു ഡയമെൻഷനും >100 നാനോമീറ്റർ ആയിരിക്കും. ഒരു ഡയമെൻഷൻ എന്തായിരിക്കും? >100 നാനോമീറ്റർ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ളതിന് എന്തായിരിക്കും പ്രത്യേകത?
ഏതെങ്കിലും ഒരു ഡയമെൻഷൻ മാത്രം കൂടുതലായിരിക്കും. അതായത് അതിന് ഒരു നീഡിലിൻ്റെ ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെയുള്ള നാനോ മെറ്റീരിയൽസിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? നീഡിലിൻ്റെ ഷേപ്പ് ആയിരിക്കും. എക്സാമ്പിളാണ് നാനോ ഫൈബർ, നാനോ ട്യൂബ്, നാനോ റോഡ്, നാനോ വയർ. ഇതൊക്കെ. അടുത്തത് നമ്മൾ പറയുന്നത് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണ്. 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പം ഒരു ഡയമെൻഷൻ നാനോ സ്കെയിൽ സൈസിലായിരിക്കും. അതായത് ലെസ് ദാൻ 100 നാനോമീറ്റർ ആയിരിക്കും. 3 ഡയമെൻഷൻസിൽ ഒരു ഡയമെൻഷൻ ലെസ് ദാൻ 100 നാനോമീറ്റർ ആണ്. അതായത് നാനോ സ്കെയിൽ സൈസാണ്. എന്നാൽ ബാക്കി 2 ഡയമെൻഷൻസോ അത് ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ ആയിരിക്കും. അപ്പം 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷൻ നാനോ സ്കെയിൽ റേഞ്ചിലായിരിക്കും. ബാക്കി 2 ഡയമെൻഷൻസും ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ ആയിരിക്കും. അതായത് ഒരു പ്ലേറ്റ് പോലത്തെ സ്ട്രക്ചറുകൾ, പ്ലേറ്റിൻ്റെ ലൈക്ക് ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നാനോ ഫിലിം, നാനോ ലെയർ, നാനോ കോട്ടിങ്, നാനോമീറ്റർ തിക്നെസ്സിലുള്ള കോട്ടിങ്, ഇതൊക്കെ എക്സാമ്പിളാണ്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? നാനോ ഫിലിം, നാനോ ലെയർ, നാനോ കോട്ടിങ്സ്, നാനോമീറ്റർ തിക്നെസ്സിലുള്ള കോട്ടിങ്സ്, ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ ആണ്. 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ നമ്മൾ നോക്കിയാൽ ഒരു ഡയമെൻഷനും നാനോ സ്കെയിൽ റേഞ്ച് ആയിരിക്കത്തില്ല. ഈ 3 ഡയമെൻഷൻസും ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ ആയിരിക്കും. ഒരു ഡയമെൻഷനും നാനോ സ്കെയിൽ റേഞ്ചിലായിരിക്കത്തില്ല. അപ്പം പിന്നെ എന്തിനാണ് ഇതിനെ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്? അതായത് നമ്മൾ ഈ സാധനം കൺസിഡർ ചെയ്യുമ്പം ബൾക്ക് മെറ്റീരിയൽ വലുതായിരിക്കും, പക്ഷേ അത് നാനോ സ്കെയിൽ റേഞ്ചിലുള്ള മെറ്റീരിയൽസിൻ്റെ അറേഞ്ച്മെൻ്റ് ആയിരിക്കും. നാനോ സ്കെയിൽ റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷൻസ് അറേഞ്ച് ചെയ്തേക്കുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നാനോ വയേഴ്സിൻ്റെ ഒരു ബണ്ടിൽ എടുക്കുക, നാനോ ട്യൂബ്സിൻ്റെ ഒരു ബണ്ടിൽ. നാനോ ട്യൂബ്സിൻ്റെ ബണ്ടിൽ നാനോ മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയതാണ്, പക്ഷേ നാനോ ട്യൂബിൻ്റെ ബണ്ടിലാണത്. നമ്മൾ ആ ബണ്ടിൽ കൺസിഡർ ചെയ്യുമ്പം 3 ഡയമെൻഷനും ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ വരും. അതുപോലെ മൾട്ടി നാനോ ലെയേഴ്സ്, നാനോ വയേഴ്സിൻ്റെ ബണ്ടിൽ, നാനോ ട്യൂബ്സിൻ്റെ ബണ്ടിൽ, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഈ എക്സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 0 ഡയമെൻഷനോ 1 ഡയമെൻഷനോ 2 ഡയമെൻഷനോ ആയിട്ടുള്ള സ്ട്രക്ചറൽ എലമെൻറ്റ്സ് എടുത്തിട്ട് അതിനെ അറേഞ്ച് ചെയ്തുണ്ടാക്കുന്നതാണ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ നാനോ മെറ്റീരിയൽസിനെ ഡയമെൻഷൻസിൻ്റെ ബേസിൽ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ ആൻഡ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. മെറ്റീരിയൽസിൻ്റെ ബേസിൽ നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോഴും 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അതായത് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, ഡെൻഡ്രൈമേഴ്സ് ആൻഡ് കോമ്പസിറ്റ്സ്. സോ മെറ്റീരിയൽസിൻ്റെ ബേസിൽ നാനോ മെറ്റീരിയൽസിനെ എത്രയായിട്ട് തിരിക്കാം? 4 ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ ഉണ്ട്, മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽ ഉണ്ട്, ഡെൻഡ്രൈമേഴ്സ് ഉണ്ട്, കോമ്പസിറ്റ്സ് ഉണ്ട്. അപ്പം കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് എന്താണെന്ന് നോക്കാം. കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കാർബൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് കാർബൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ആർ കമ്പോസ്ഡ് ഓഫ് കാർബൺ. അതിനകത്ത് ഹോളോ സ്ഫിയേഴ്സ് വരും, എലിപ്സോയിഡ് വരും, ട്യൂബ്സ് വരും. ഇതിലേത് വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ സ്ഫിയേഴ്സിനെയും അല്ലെങ്കിൽ സ്ഫെരിക്കൽ ആൻഡ് എലിപ്സോയിഡൽ ഫോംസിനെ, സ്ഫെരിക്കൽ ഷേപ്പിലും എലിപ്സോയിഡൽ ഷേപ്പിലും ഉള്ളതിനെ ഫുള്ളറീൻസ് എന്നാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സ്ഫെരിക്കൽ ഷേപ്പിലും എലിപ്സോയിഡൽ ഷേപ്പിലും ഉള്ളതിനെ ഫുള്ളറീൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തേക്കുന്നു. ഇനി സിലിണ്ട്രിക്കൽ ഷേപ്പിൽ, സിലിണ്ട്രിക്കൽ ഫോം ആണെങ്കിൽ നാനോ ട്യൂബ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? കാർബൺ വെച്ചിട്ടാണ്. അത് ഹോളോ സ്ഫിയേഴ്സ് ആവാം, എലിപ്സോയിഡ്സ് ആവാം, ട്യൂബ്സ് ആവാം. ഹോളോ സ്ഫിയേഴ്സ് അതായത് സ്ഫെരിക്കൽ ഷേപ്പിലോ എലിപ്സോയിഡൽ ഷേപ്പിലോ ആണെങ്കിൽ നമ്മൾ അവരെ ഫുള്ളറീൻസ് എന്ന് വിളിക്കും. അതുപോലെ ട്യൂബിൻ്റെ ഷേപ്പ് ആണെങ്കിൽ, സിലിണ്ട്രിക്കൽ ട്യൂബ് ആണെങ്കിൽ നാനോ ട്യൂബ്സ് എന്ന് നമ്മൾ വിളിക്കും. രണ്ടാമത്തെ കാറ്റഗറിയാണ് മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉൾപ്പെടും? നമ്മൾ പറയുന്ന ക്വാണ്ടം ഡോട്ട്സ്, നാനോ ഗോൾഡ്, നാനോ സിൽവർ, മെറ്റൽ ഓക്സൈഡ്സ്, ഇതൊക്കെ മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസിൽ പെടും. ഏതൊക്കെയാണ്? ക്വാണ്ടം ഡോട്ട്സ്, നാനോ ഗോൾഡ്, നാനോ സിൽവർ, മെറ്റൽ ഓക്സൈഡ്സ്, ഇതൊക്കെ ഏതിൽ പെടും? മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസിൽ പെടും. എന്താ ഈ ക്വാണ്ടം ഡോട്ട്സ്? ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ, ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ്. ക്ലോസ്ലി പാക്ഡ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ് ക്വാണ്ടം ഡോട്ട് എന്ന് പറയുന്നത്.
അതിനകത്ത് ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓഫ് ആറ്റം വരും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഫ്യൂ നാനോമീറ്റർ ടു ഫ്യൂ 100 നാനോമീറ്റർ ആയിരിക്കും. സോ ക്വാണ്ടം ഡോട്ട്സ് ക്ലോസ്ലി പാക്ഡ് സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ്. ഇനി അപ്പം രണ്ടാമത്തെ കാറ്റഗറി പറഞ്ഞത് മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽ ആണ്. അതിനകത്താണ് ക്വാണ്ടം ഡോട്ട്സ്, നാനോ ഗോൾഡ്, നാനോ സിൽവർ, മെറ്റൽ ഓക്സൈഡ്സ് ഇതൊക്കെ വരുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡെൻഡ്രൈമേഴ്സ് എന്ന് പറയുന്നത്. ഡെൻഡ്രൈമേഴ്സ് എന്ന് പറയുന്നത് റെപ്പറ്റേറ്റീവ്ലി ബ്രാഞ്ച്ഡ് മോളിക്യൂൾസ് ആണ്. ഡെൻഡ്രൈമേഴ്സ് റെപ്പറ്റേറ്റീവ്ലി ബ്രാഞ്ച്ഡ് മോളിക്യൂളാണ്. ഇതിൻ്റെ പേര് എവിടെ നിന്നാണ് വന്നത്? ഗ്രീക്ക് വേർഡ് ഡെൻഡ്രോണിൽ നിന്നാണ് ഈ ഡെൻഡ്രൈമേഴ്സ് എന്ന പേര് വന്നേക്കുന്നത്. ഗ്രീക്ക് വേർഡായ ഡെൻഡ്രോണിൻ്റെ മീനിങ് എന്താണ്? ട്രീ എന്നാണ് മീനിങ്. ഇപ്പം ഡെൻഡ്രൈമേഴ്സ് എന്ന് വെച്ചാൽ റെപ്പറ്റേറ്റീവ്ലി ബ്രാഞ്ച്ഡ് മോളിക്യൂളാണ്. നാനോ സൈസ്ഡ് പോളിമേഴ്സ് ബ്രാഞ്ച്ഡ് യൂണിറ്റ്സിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഡെൻഡ്രൈമേഴ്സ് എന്ന് പറയുന്നത് നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആണ്. അപ്പോൾ ഈ പോളിമേഴ്സ് എന്തിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്? ബ്രാഞ്ച്ഡ് യൂണിറ്റ്സിൽ നിന്നാണ്. അതായത് അതിൻ്റെ മോണോമേഴ്സ് ബ്രാഞ്ച്ഡ് യൂണിറ്റ്സ് ആണ്. ഡെൻഡ്രൈമറിൻ്റെ സർഫസിൻ്റെ പ്രത്യേകത എന്താ? ഡെൻഡ്രൈമർ സർഫസിന് ന്യൂമറസ് ചെയിൻ എൻഡുകളുണ്ട്. ഒരുപാട് ചെയിനിൻ്റെ എൻഡുകളുണ്ട് ഡെൻഡ്രൈമർ സർഫസിന്. അപ്പോൾ ഈ ചെയിൻ എൻഡുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കെമിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. സോ എന്താണ് ഡെൻഡ്രൈമേഴ്സ്? റെപ്പറ്റേറ്റീവ്ലി ബ്രാഞ്ച്ഡ് മോളിക്യൂൾസ് ആണ് ഡെൻഡ്രൈമേഴ്സ്. ഇതിൻ്റെ പേര് വന്നേക്കുന്നത് ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് ട്രീ എന്നാണ്. ഇത് ഡെൻഡ്രൈമേഴ്സ് എന്ന് പറയുന്നത് നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആണ്. ബ്രാഞ്ച്ഡ് യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ മോണോമേഴ്സ്. ഡെൻഡ്രൈമേഴ്സിൻ്റെ സർഫസിൻ്റെ പ്രത്യേകത എന്നാ? ഈ സർഫസിൽ ഒരുപാട് ചെയിൻ എൻഡുകളുണ്ട്. ഈ ചെയിൻ എൻഡുകൾക്ക് സ്പെസിഫിക് കെമിക്കൽ ഫങ്ഷൻസ് ചെയ്യാൻ സാധിക്കും. സോ ഡെൻഡ്രൈമേഴ്സ് നാനോ സൈസ്ഡ് പോളിമേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. റെപ്പറ്റേറ്റീവ്ലി ബ്രാഞ്ച്ഡ് മോളിക്യൂൾസ് ആണിത്. ഇനി ഇവരെവിടെയാണ് യൂസ് ചെയ്യുന്നത്? മോളിക്കുലാർ റെക്കഗ്നിഷനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നാനോ സെൻസിങ്, അതുപോലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ്, ഒപ്റ്റോ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസസ് ഇവിടെയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. മോളിക്കുലാർ റെക്കഗ്നിഷൻ, നാനോ സെൻസിങ്, ലൈറ്റ് ഹാർവെസ്റ്റിംഗ്, ഒപ്റ്റോ കെമിക്കൽ ഡിവൈസസ് ഇവിടെയെല്ലാം ഡെൻഡ്രൈമേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ കാറ്റഗറിയാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ പാർട്ടിക്കിൾസിൻ്റെ കോമ്പിനേഷനാണ്. നാനോ പാർട്ടിക്കിൾസ് ഒന്നെങ്കിൽ വേറെ നാനോ പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ ലാർജർ ബൾക്ക് ടൈപ്പ് മെറ്റീരിയലുമായിട്ട് കമ്പൈൻ ചെയ്തേക്കുന്ന കോമ്പിനേഷനെയാണ് കോമ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നത്. നാനോ പാർട്ടിക്കിൾസ് വേറെ നാനോ പാർട്ടിക്കിൾസുമായിട്ടോ അല്ലെങ്കിൽ ലാർജ് ബൾക്ക് ടൈപ്പ് മെറ്റീരിയൽസുമായിട്ടോ കമ്പൈൻ ചെയ്തേക്കുന്ന കോമ്പിനേഷനെയാണ് കോമ്പോസിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് നാനോ പാർട്ടിക്കിൾസ് ലൈക്ക് നാനോ സൈസ്ഡ് ക്ലേ ഒരുമിച്ച് ആഡപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കും. ഈ പ്രോഡക്റ്റിന് എന്തിനാണ് ഇങ്ങനെ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആഡപ്പ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്? അങ്ങനെ ആഡപ്പ് ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്ട്സിന് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും തെർമൽ പ്രോപ്പർട്ടീസും ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടീസും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആഡപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടാക്കും. ആ പ്രോഡക്ട്സിൻ്റെ പ്രത്യേകത അവർക്ക് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസും തെർമൽ പ്രോപ്പർട്ടീസും അതുപോലെ ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രോപ്പർട്ടീസും ഒക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും, കൂടുതൽ എൻഹാൻസ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ളതിന് എക്സാമ്പിളാണ് പാക്കേജിങ് മെറ്റീരിയൽ, ഓട്ടോ പാർട്സ് ഒക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. സോ മെറ്റീരിയൽ അനുസരിച്ച് നാനോ മെറ്റീരിയൽസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽ, ഡെൻഡ്രൈമേഴ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്. താങ്ക് യു.